അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ അഭിപ്രായം പറയുന്നത് നല്ലപോലെ പോകുന്നുണ്ട്. ആ അല്ല, അത് ഞാനിപ്പം അടുത്ത് വന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഗ്രാമം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളാണല്ലോ ഞാൻ ചെയ്തത്. ഭരതനാട്യം ആയാലും അല്ലെങ്കിൽ ഇപ്പം ജയമേന്ദ്രൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് ആയാലും അല്ലെങ്കിൽ മഞ്ജുൾ എന്ന് പറഞ്ഞാൽ പല്ലൂട്ടിൽ ചെയ്ത കഥാപാത്രമായാലും ഇതൊക്കെ ഗ്രാമീണനാണ്. മറ്റേ മുണ്ടെടുത്ത് നടക്കുന്ന ഒരാളുടെ കഥാപാത്രമാണ്. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പം അയാൾ ജോയിൻ ചെയ്തിട്ട് അയാൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരാളല്ല. അപ്പം അയാൾക്ക് ആ ഒരു പ്രൊഫഷനിൽ അയാളുടെ മെച്യൂരിറ്റി അത്രയുണ്ട്. അപ്പം നാച്ചുറലി ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഇയാൾ ഇങ്ങനെയായിരിക്കും സംസാരിക്കുക. അപ്പം അങ്ങനെയാണ് ഞാനത് പിടിച്ചത്. അത് ഡെഫിനറ്റ്ലി ഡയറക്ടറും റൈറ്ററൊക്കെ നമ്മളെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പുതിയ ഡയറക്ടറാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കിനി അദ്ദേഹത്തിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. സീരിയസ്ലി ഇപ്പോൾ നിങ്ങൾ റിവ്യൂസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. മെജോറിറ്റി ഓഫ് ദ റിവ്യൂസിൽ എടുത്ത് ആനന്ദ് ശ്രീവാലയുടെ മേക്കിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊരു സംവിധായകൻ്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹം ഒരു ഡെബ്യൂട്ടൻ്റാണ്. അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ വിനയൻ സാറിനെ എനിക്കറിയില്ല, പക്ഷേ വിനയൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടുള്ളതാണ് യൂസിനെ പറ്റി. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു എക്സിക്യൂഷനായിരുന്നു വിഷ്ണുവിൻ്റെ അതിനകത്ത്. ഹാറ്റ്സ് ഓഫ് ടു ഹിം, ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അമ്മയും മോളും തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ അടിപൊളിയായിട്ട് നോക്കോട്ടായിരുന്നു. അവരെ പുറത്തോട്ട് താങ്ക് യു സർ. താങ്ക് യു സർ. Super, very good direction, camera work, story based, no doubt. പിന്നെ ഇന്നതിനകത്ത് ഞാൻ ഏത് സിനിമ കാണുന്ന സമയത്ത് അതിൽ എന്താണ് സമൂഹത്തിന് മെസ്സേജ് എന്ന് ചോദിച്ചത്, സാധാരണക്കാർ പലപ്പോഴും പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. പല ക്രൈംസിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പലയിടത്തും നമ്മൾ കാണുന്ന ഒരു വിഷമകരമായിട്ടുള്ളത് ചില സീനിയർ ഓഫീസേഴ്സിൻ്റെ ഈഗോ കാരണം ഈ സിവിലിയൻസിനെ മൈൻഡ് ചെയ്യും. അതൊന്ന് ഈ പടത്തിനകത്ത് ആനന്ദ് ശ്രീവാല എന്നുള്ള ആ ഒരു ക്യാരക്ടറിൽ കൂടെ പബ്ലിക്കിനും പോലീസിനും മെസ്സേജ്, നല്ലവരായ പോലീസുകാരുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് കേരള പോലീസിൻ്റെ ഉള്ളിൽ എത്രയോ വൃത്തികെട്ടന്മാരുണ്ട്. ആ വൃത്തികെട്ടന്മാർക്കുള്ളൊരു മെസ്സേജാണ്. കാരണം നിങ്ങളുടെ ഈഗോ കാരണം കേസിനെ സത്യസന്ധമായിട്ട് തെളിയിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന അതിലൊരു 5-10%, അത് മതിയല്ലോ. ക്രിമിനൽസിന് ആക്സസ് കൊടുക്കുന്ന ആളുകൾ എവിടെയുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ പോലീസിലുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീനിയർ ലെവലിൽ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു മെസ്സേജും കൂടിയാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ വിചാരിച്ചാലും ഒരു കേസ് തെളിയിക്കാൻ പോലീസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു നല്ലൊരു മെസ്സേജായിട്ട് എടുത്തിട്ട് ഹോം മിനിസ്ട്രി ഷുഡ് ടേക്ക് എ പ്രോംപ്റ്റ് ആക്ഷൻ. പിന്നൊന്നും പറയാനില്ല. എനിക്ക് ഇതൊരു പുതിയൊരു ഡയറക്ടറുടെ പടമായിട്ട് എനിക്ക് തോന്നിയില്ല. പ്ലസ് എല്ലാ നേച്ചർ എല്ലാവരും വളരെ നാച്ചുറലായിട്ട് everyone should watch this kind of films. Thank you so much. ഞാൻ എന്ത് പറയാനാണ് ഇതിനെ കുറിച്ച്? ഇതിപ്പോ ഞാൻ 5ാമത്തെ 6ാമത്തെ വട്ടമാണ് കാണുന്നത്. വിഷ്ണുവിന്റെ കൂടെ എന്നും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്കിത് ഓരോ വട്ടം കാണുമ്പോഴും കുറെ കൂടെ ഇമോഷണൽ ആവുന്ന ഒരു സാധനമാണ്. ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട് എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് ആ ഇമോഷൻ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. അഭിലാഷേട്ടൻ്റെ എല്ലാ സിനിമകളും കൂടി ഇതും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഡയറക്ഷൻ ആദ്യ ഡയറക്ഷനാണെന്ന് തോന്നുന്നില്ല, വളരെ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ബഷീർ
റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ നന്നായിട്ട് അത് ലിഫ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പി. പണിയിലെ നായികയാണ്. പടം ഭയങ്കര എൻഗേജിങ് കണ്ടിരിക്കും നമ്മൾ. ഇതുപോലെ ഒരുപാട് കേസുകൾ ഇങ്ങനെ അന്വേഷണം എവിടെ എത്താതെ നിൽക്കുന്നു പോലെ അതിലേക്ക് അന്വേഷണം എത്താത്തോ കേസുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോധമനസ്സിൽ നിന്നും മറന്നുപോയ ഇത്തരം ക്രൈമുകളൊക്കെ വീണ്ടും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമ. ഒരുപാട് കേസുകളില്ലേ ഇങ്ങനെ നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ അബോധപൂർവം മറന്നുപോയത്. അർത്ഥത്തിൽ നല്ല സിനിമയാണ്. All the best. Thank you. God bless. Congratulations to the entire team. ഫോണൊക്കെ ഇച്ചിരി വലിച്ചു വെക്കണം. ഇതിന്റെ അത് സിന പ്രത്യേകം ട്രെയിൻ ചെയ്ത് വിട്ടതാണ്. music. ഒരു വിജയാഘോഷത്തിൽ പങ്കെടുത്തതിൽ ഇന്ന് കുറച്ച് സീനിയർ ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് എല്ലാവരും വന്ന് സിനിമയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ചെയ്തത്. താങ്ക് യു. ഞാൻ ഉപലക്ഷം കുറേ ഷോട്ട് ചെയ്ത്